തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പുറത്തുവിട്ട വ്യാജ പ്രീപോൾ സർവേ ഫലം നിർമ്മിച്ചത് ബി.ജെ.പി. ഓഫീസിൽ തന്നെയാണെന്നുള്ള വിവരങ്ങൾ വരുന്നു. സർവേ ഫലം പ്രചരിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ട് മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നു. വോട്ടെടുപ്പ് ദിനത്തിൽ വ്യാപകമായി സർവേ ഫലം പ്രചരിപ്പിച്ചു. ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ഇതേ വിവരങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. വിജിൻ വായാന്തോട് വിശദാംശം നൽകും. വിജിൻ, അങ്ങനെ ഒരു പ്രീപോൾ സർവേ പങ്കുവെച്ച് പണി മേടിച്ചിരുന്നു ആർ ശ്രീലേഖ. ഇപ്പോഴാണ് അത് സ്വന്തമായി തന്നെ ഉണ്ടാക്കി സ്വന്തമായി പുറത്തുവിട്ട് സ്വന്തമായി പണി മേടിക്കുകയാണ് ചെയ്തതെന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ആരാണ് ഓഫീസിൽ വെച്ച് ഇത് ഉണ്ടാക്കിയത്? ഇതിപ്പോൾ ഒരു കേസിലേക്ക് പോകുന്ന ലക്ഷണമുണ്ടോ? സ്റ്റീഫൻ ജിൽസി 9-ാം തീയതി, അതായത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നടക്കുന്ന തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിൽ ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗലത്തുള്ള സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ബി.ജെ.പി. അനുകൂല സർവേ ഫലം എന്ന നിലയിൽ ഈ കാർഡ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. തുടർന്ന് LDF-ഉം കോൺഗ്രസും ഇതിനെതിരെ പരാതി നൽകുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ സൈബർ പോലീസിനോട് റിപ്പോർട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ ഈ സർവേ ഫലം ശ്രീലേഖ ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ C4 എന്ന ഒരു സർവേ അത് എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യത്തിൽ ഉള്ള ഒരു സംശയം ഉണ്ടാകുന്നത്. ഇപ്പോൾ ബി.ജെ.പിയുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലും ഒപ്പം തന്നെ ബി.ജെ.പി. നേതാക്കൾ തന്നെ ഇത് പല ആളുകൾക്കായി പ്രചരിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഈ പോസ്റ്റ്, അതായത് സർവേ ഫലം ഉൾപ്പെടുന്ന കാർഡ് അത് പല ആളുകൾക്കും അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടാണ് നിലവിൽ പുറത്തുവിടുന്നത്. അതായത് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സർവേ ഫലം എന്നുള്ള നിലയിൽ കാർഡ് ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇങ്ങനൊരു C4 എന്ന ഏജൻസിയെ ആരാണ് എന്ന് പോലും ആർക്കും അറിയില്ല. ഏതോ ഒരു C4 എന്ന പേരിൽ, C4 എന്നുള്ള നിലവിൽ വളരെ ക്രിയാത്മകമായൊക്കെ ഇടപെടുന്ന C4 ഏജൻസി ഉണ്ട്. പക്ഷേ അവരുടെ സർവേ ഒന്നുമല്ല നിലവിൽ ഇപ്പോൾ അവർ C4 എന്ന പേരിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായി വ്യാജമായി ഉണ്ടാക്കിയ സർവേ ഫലമാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാകുന്നത്. അതാണ് ആർ ശ്രീലേഖ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ, നേതാക്കൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത്. ഇതിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുകയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഇടപെടും, അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. അതിനെല്ലാം സോഴ്സ് അത് ബി.ജെ.പി. ഓഫീസിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. അതാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഈ പോസ്റ്റ് പങ്കുവെച്ചതിലൂടെ, പ്രചരിപ്പിച്ചതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കുറ്റം തെളിഞ്ഞാൽ അയോഗ്യയാക്കാൻ പോലും ഉള്ള കുറ്റമാണ് നിലവിൽ ഈ തിരഞ്ഞെടുപ്പ് ദിവസം പ്രീപോൾ സർവേ ഫലം അത് സ്ഥാനാർത്ഥി തന്നെ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അത് അയോഗ്യയാക്കാൻ പോലും ഉതകുന്ന തരത്തിലുള്ള കുറ്റമാണ്. ആ ഒരു നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതിന്റെ ഭാഗമായി ആർ ശ്രീലേഖ തന്നെ ആ പോസ്റ്റ് പിൻവലിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇതിന്റെ ഒക്കെ ഉറവിടം അത് ബി.ജെ.പി. തന്നെ വ്യാജമായി നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ നോക്കണം, ശ്രീലേഖ ഒരു IPS ഓഫീസർ കൂടിയാണ്, അവർക്ക് അറിയാത്തതല്ല. ഇത് അവസാനത്തെ അടവും നല്ല ആസൂത്രണവുമായിരുന്നു. ബി.ജെ.പി. ഓഫീസിൽ തന്നെ സംഗതി ഉണ്ടാക്കുന്നു. എവിടുന്നോ ഒരു C4-നെ തേടിപ്പിടിച്ച് കൊണ്ടുവരുന്നു, ഒരു കാർഡ് ഉണ്ടാക്കുന്നു, തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ അത് ഷെയർ ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമായ ഗുണമൊന്നും ഉണ്ടാവില്ല, പണി കിട്ടുകയും നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്.